അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ ഓഫീസിലിരുന്നിട്ട് സുഭാഷ് ഏട്ടനെ മാത്രം ആലോചിക്കുകയാണ്. സുഭാഷ് ഏട്ടനൊപ്പം ഭക്ഷണം വെച്ച് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും രാത്രി നമ്മുടെ സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നികേഷ് പനിച്ച് വരച്ച് കിടക്കുന്നുണ്ട്. നികേഷിനെ കാണുമ്പോൾ എടാ എവിടെ സുധീഷ് അറിയില്ല, അപ്പം ഇറങ്ങിപ്പോയതാണ് അറിയില്ല, നീ മരുന്ന് കഴിച്ചു പറയുന്നുണ്ട് നികേഷ്. എന്തായാലും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് നീ നീക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, എങ്ങനെ പനി വെച്ചും കൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ നമ്മുടെ നികേഷിനെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് എന്നോടെല്ലാം നോക്കാൻ പറഞ്ഞ് നീ എന്തിനാ അവനെ വിട്ടിട്ട് പോയത്, അതിന് അവൻ്റെ കയ്യിൽ ഫോണില്ല ഏട്ടാ, എന്നെ ഒന്ന് വിളിച്ചൂടെ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നോക്കിക്കോളാം, പക്ഷെ നീയല്ലേ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചപ്പോൾ കണ്ടില്ലേ അവന് കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ എത്തിയിട്ടുണ്ടാവും, നീ എന്ത് പണിയാണ് കാണിച്ചപ്പോഴേക്ക് ഹരീഷിനും ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് സുധീഷ് ഏട്ടൻ കാരണമാണ് ഏടത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, നിങ്ങൾ ശരിക്കും ഒരു ഫ്രോഡാണ്, വേണ്ടാത്ത രീതിയിൽ പെരുമാറും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ സുധീഷിന് ദേഷ്യം വന്നിട്ട് നികേഷിൻ്റെ തലയിലേക്ക് കൊട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹരീഷിന് ദേഷ്യം വരും. നിങ്ങളോടല്ലേ പറഞ്ഞ് അവന് ന്യൂമോണിയ എത്തിയിട്ടുണ്ടാവും, എന്നിട്ട് അവന് വെയ്യാത്ത കുട്ടീനെയാണ് അടിക്കണേ പറഞ്ഞിട്ട് രണ്ടാൾ അടി കൂടാൻ തുടങ്ങി. രണ്ടാൾ ഗംഭീര അടിയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് അവരടിച്ച് ചാവട്ടെ, നീ വായ ഉള്ളിൽ പോയിട്ട് ഞാൻ എന്നെ കടത്താൻ പറഞ്ഞിട്ട് നികേഷിനെ ഉള്ളിൽ പോയി കടത്തുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ നിധി കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതിൽ മെസ്സിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും സോറി എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എഴുതിയിട്ടുണ്ട്. ഒന്നിൽ സോറി ഐ എം വെരി സോറി റിയലി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവരും നിധിയുടെ കയ്യിൽ കൊടുക്കേണ്ട ആ പേപ്പർ. ആ സമയത്ത് നിധി പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് എൻ്റെ കയ്യിൽ ഈ പേപ്പർ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞങ്ങളല്ല നിങ്ങളെ തരാൻ വേണ്ടിയിട്ട്, അന്ന് അയാളില്ല അയാളെ ഏൽപ്പിച്ചതാണ്, അയാളെ കണ്ട ഒരു നല്ലൊരു പാവാണല്ലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിങ്ങളുടെ ലവറാണെന്നൊക്കെ ചോദിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിക്ക് ദേഷ്യം വന്നിട്ട് മുകളിൽ പോകുന്നുണ്ട്. മുകളിൽ പോകുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരത്തി വന്നിട്ട് പറയുന്നുണ്ട് നിധിയുടെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്, നിങ്ങൾ തമ്മിൽ ലവ് ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങളോട് ഇത്രയും ഇഷ്ടം നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ സഹിക്കാൻ പറ്റില്ല അയാൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ലവ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി എത്തി നോക്കുന്നുണ്ട്, താഴത്തേക്ക് സുധീഷ് നിൽക്കുന്നുണ്ടോ, സുധീഷ് നിൽക്കണം പോലെ തോന്നുന്നുണ്ട്, പക്ഷേ സുധീഷൊന്നുമില്ല, അവിടെയും ഐ ആം സോറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നിധി ഇങ്ങനെ ആലോചിച്ചിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നികേഷ് നിധിനെ വിളിക്കുന്നത്. നിധി ഫോൺ നോക്കിയിട്ട് ആ നികേഷാണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് ഒരുപാട് കരയുന്നുണ്ട്. ഏടത്തി എന്തിനാണ് ഞങ്ങളെ വിട്ടിട്ട് പോയേ, ഏടത്തി പോയ മുതൽ ഈ വീട് നരകമാണ്, ഇപ്പം വീണ്ടും അടിയൊക്കെ തുടങ്ങിയിരുന്നു, ഏടത്തിക്ക് ഒന്ന് തിരിച്ചു വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരണ്ടേടാ, നീ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കേണ്ട. ആ സമയത്ത് നികേഷ് പറയണ്ടേ ഏടത്തി പോയ ശേഷം എനിക്ക് വല്ലാത്ത പനിയാണ്, എന്നെ ആരും നോക്കുന്നില്ല, ഞാൻ ആകെ അനാഥപ്പെട്ട പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി നികേഷിനെ ആശ്വസിപ്പിച്ചിട്ട് കടന്നുറങ്ങാൻ പറയുന്നുണ്ട്. നാളെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.